നമസ്കാരം. ടിസിവി പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരൂർ ജില്ലാ ആശുപത്രിയുമായി ഉയർന്നുവരുന്ന ആക്ഷേപങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് ഡിവൈഎഫ്ഐ. മികച്ച ഇടപെടലാണ് സർക്കാർ നടത്തുന്നത്. എന്നാൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ചേരിപ്പോരുകൾ കാരണം രോഗികൾ വലയുന്നതായും ഡിവൈഎഫ്ഐ. തലക്കാട് പാറശ്ശേരി ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ചു. ബുധനാഴ്ച തെരഞ്ഞെടുപ്പ്. തിരുരങ്ങാടിയിലെ കുടിവെള്ള പദ്ധതികളുടെ ചുവപ്പ് നാട അഴിച്ച് KPA മജീദ് MLA. പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. തീരുമാനം ജലവകുപ്പ് മന്ത്രിയുടെയും MLAയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ. +1 കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ കലക്ടറേറ്റ് മാർച്ചിന് നേർക്ക് പോലീസ് ലാത്തിചാർജ്. 20ഓളം പ്രവർത്തകർക്ക് പരിക്കേറ്റു. +1 അർഹത നേടിയ കുട്ടികളുടെ പകുതി എണ്ണം സീറ്റുകൾ മാത്രമാണുള്ളതെന്ന് ഫ്രട്ടേണിറ്റി. സംസ്ഥാനത്ത് ആശങ്കയേറ്റി കുതിച്ചുയർന്ന പ്രതിദിന രോഗികളും TPR-ഉം. മരണസംഖ്യ 18,000 കടന്നു. 21,119 പേർക്ക് രോഗം. മലപ്പുറത്ത് വീണ്ടും ഉയർന്ന രോഗികൾ. 3,603 പേർക്ക് രോഗബാധ. TPR 21.82%. വിശദമായ വാർത്തകളിലേക്ക്. തിരൂർ ജില്ലാ ആശുപത്രിയുമായി ഉയർന്നുവരുന്ന ആക്ഷേപങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. മികച്ച ഇടപെടലാണ് ആരോഗ്യമേഖലയിൽ സംസ്ഥാന സർക്കാർ നടത്തിവരുന്നത്. എന്നാൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ചേരിപ്പോരുകൾ കാരണം പലപ്പോഴും രോഗികൾ കടുത്ത അവഗണനയാണ് നേരിടുന്നതെന്നും ഇതിന് മാറ്റം വേണമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ ആവശ്യപ്പെട്ടു. തീരദേശത്തെ ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ചികിത്സാ കേന്ദ്രമാണ് തിരൂർ ജില്ലാ ആശുപത്രി. സംസ്ഥാന സർക്കാർ ആരോഗ്യമേഖലയിൽ മികച്ച ഇടപെടലുകളാണ് നടത്തിവരുന്നത്. തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡ്, കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രവും സംസ്ഥാനത്ത് തന്നെ ജില്ലാ ആശുപത്രിയെ ശ്രദ്ധേയമാക്കുന്നതാണ്. എന്നാൽ ഈ സമയത്ത് ജില്ലാ ആശുപത്രി അധികാരികളുടെയും ജീവനക്കാരുടെയും നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് ഒട്ടേറെ പരാതികളാണ് ഉയർന്നു വരുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുമ്പോഴും നിരവധി ഫണ്ട് അനുവദിക്കുമ്പോഴും മാലിന്യ സംസ്കരണവും ശുചീകരണവുമെല്ലാം ജില്ലാ ആശുപത്രിയിൽ നടക്കുന്നില്ലെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഓങ്കോളജി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ നിർവഹിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ അങ്ങനെ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ നമ്മുടെ ആശുപത്രി വരുമ്പോഴും സാധാരണക്കാരന് ചികിത്സ ലഭ്യമാകുമ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വരികയാണ്. നമുക്കൊരു ആശുപത്രിയിലെ മാലിന്യങ്ങൾ കൂമ്പ് കൂടുന്ന സ്ഥിതിവിശേഷം നിങ്ങൾക്ക് എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടു. മാധ്യമപ്രവർത്തകർ നിരക്ക് നമ്മുടെ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡിൻ്റെ താഴെ അവിടെ പാർക്കിംഗ് പ്രദേശത്ത് വളരെ വലിയ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ആശുപത്രിയിലെ ടോയ്ലറ്റ് മാലിന്യത്തെ സംബന്ധിച്ചുള്ള വളരെ വലിയ വാർത്തകൾ നമ്മുടെ എല്ലാവരുടെയും മൊബൈലുകളിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ അതിനെ സംബന്ധിച്ചൊരു പഠനം നടത്തിയ സമയത്ത് ആശുപത്രിയിലെ ഡോക്ടർമാർ, ഒരു വിഭാഗം ഡോക്ടർമാരും അവിടുത്തെ ജീവനക്കാരും തമ്മിൽ വളരെ വലിയ ചേരിപ്പോര് നടക്കുന്നുണ്ട്. ഒരു വിഭാഗം ഡോക്ടർമാരാണ് അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളെ നിയന്ത്രിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള പ്രയാസങ്ങൾ ആശുപത്രിക്കകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും വളരെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഒരു പ്രയാസപ്പെട്ട രോഗിയെ കൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെല്ലുന്ന സമയത്ത് ഡോക്ടർമാർ ഒരു വർത്തമാനം പറയും, മറ്റ് ജീവനക്കാർ മറ്റൊരു വർത്തമാനം പറയും. അങ്ങനെ ആ രോഗികളെ നട്ടം തിരിയിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ ആശുപത്രിയിൽ പോയി സംസാരിച്ച സമയത്ത് ഞങ്ങൾക്ക് തന്നെ നേരിൽ ബോധ്യപ്പെട്ട സ്ഥിതിവിശേഷമാണ്. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ചേരിപ്പോരുകൾ കാരണം പലപ്പോഴും രോഗികൾ കടുത്ത അവഗണനയാണ് നേരിടുന്നത്. ഇത്തരത്തിൽ ആശുപത്രി ആശ്രയിക്കുന്ന സാധാരണക്കാർ കടുത്ത പ്രയാസങ്ങൾ നേരിടുമ്പോഴും ആശുപത്രി സന്ദർശിച്ച് ഷോ വർക്ക് നടത്തുകയല്ലാതെ ജില്ലാ പഞ്ചായത്ത് അധികാരികൾ ദൈനംദിന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ യാതൊരു ഇടപെടലും നടത്തുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ഇങ്ങനെ നമ്മുടെ ആശുപത്രി ജനങ്ങൾക്ക് ഏറെ സേവനങ്ങൾ നൽകേണ്ട ഈ ജില്ലാ ആശുപത്രിയെ ഏതാണ്ട് തകർക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നിങ്ങൾക്കൊക്കെ കാണാവുന്നതാണ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്താണ് നമ്മുടെ ഇതിന് അധികാരികൾ നിരക്ക്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ഈ ആശുപത്രി ദൈനംദിന സന്ദർശനം നടത്തുന്നുണ്ട്. പക്ഷെ അവർ അവിടെ ഈ ഓങ്കോളജി ബ്ലോക്കിൻ്റെ അവിടെയൊക്കെ വന്ന് പോകുന്ന ഒരു സ്ഥിതിവിശേഷം അല്ലാതെ അവിടുത്തെ യഥാർത്ഥ പ്രശ്നം കണ്ട് ജനങ്ങൾക്ക് ഈ ആശുപത്രിയെ കൂടുതൽ നല്ല സേവനങ്ങൾ ലഭിക്കാൻ വേണ്ടിയുള്ള ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആവശ്യമായ ഒരു ഇടപെടലും അവിടെ നടക്കുന്നില്ല. ഒട്ടേറെ പരാതികൾ ഡിവൈഎഫ്ഐയുടെ മുമ്പാകെ വന്നിട്ടുണ്ട്. ഡിവൈഎഫ്ഐ എന്നുള്ള നിലയ്ക്ക് അതിശക്തമായ പ്രക്ഷോഭത്തിന് ഡിവൈഎഫ്ഐ തുടക്കം കുറിക്കും എന്നുള്ളത് തന്നെയാണ്. ഈ വിഷയം പരിഹരിക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ലെങ്കിൽ ഡോക്ടർമാരും ജീവനക്കാരും ഉൾപ്പെടെ ഈ പ്രശ്നങ്ങൾ രോഗികൾക്ക് അവരുടെ സേവനങ്ങൾ ലഭ്യമാക്കാൻ പ്രയാസമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ നടത്തിയാൽ അതിശക്തമായ പ്രക്ഷോഭം ഡിവൈഎഫ്ഐ നടത്തുമെന്നാണ് ഡിവൈഎഫ്ഐ പറയാനുള്ളത്. ഇത്തരം സമീപനങ്ങൾക്കെതിരെ വലിയ ജനവികാരമാണ് ഉയർന്നത്. ഈ സമീപനങ്ങൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. തലക്കാട് പാറശ്ശേരി ഉപതെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണം അവസാനിച്ചു. ബുധനാഴ്ച തെരഞ്ഞെടുപ്പ്. LDF-ലെ മൂത്താട്ട് സജ്ജലയും UDF-ലെ TV ഷർബീനയും NDA സ്ഥാനാർത്ഥിയായി കറുകൽ സുജാതയുമാണ് മത്സരരംഗത്തുള്ളത്. തലക്കാട് പാറശ്ശേരി വെസ്റ്റ് ഉപതെരഞ്ഞെടുപ്പിലെ പരസ്യപ്രചരണം അവസാനിച്ചു. 11 ബുധനാഴ്ചയാണ് തെരഞ്ഞെടുപ്പ്.
വാർഡ് 15 മത്സരിച്ച് ജയിച്ച LDFിലെ സൈറാബാനു മരണപ്പെട്ട ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1300ഓളം വോട്ടർമാരാണുള്ളത്. പൂഴിക്കുന്ന് മദ്രസ, രാമനാലി അങ്കണവാടി എന്നിവിടങ്ങളിലാണ് പോളിംഗ് സ്റ്റേഷൻ. UDF സ്ഥാനാർത്ഥി മായിനകത്ത് സുലൈഖയെ 248 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് സൈറാബാനു തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പ് ഇവർ മരണപ്പെടുകയായിരുന്നു. നിലവിൽ LDFിന്റെ ഉരുക്കുകോട്ടയാണ് പാറശ്ശേരി വെസ്റ്റ്. മൂത്താണ്ട് സജ്ജലയാണ് LDF സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത്. കന്യാംഗമാണെങ്കിലും വിജയപ്രതീക്ഷയിലാണിവർ. TV ഷർബീനയാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ മറ്റൊരു വാർഡിൽ നിന്നും ജനപ്രതിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ അനുഭവ സമ്പത്തുമായാണ് ഇവർ മത്സരരംഗത്തുള്ളത്. NDA സ്ഥാനാർത്ഥിയായി കർഗിൽ സുജാതയാണ് മത്സരരംഗത്തുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. തിരുമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിറ്റ് ഇന്ത്യ അനുസ്മരണ റാലി സംഘടിപ്പിച്ചു. DCG ജനറൽ സെക്രട്ടറി യാസിർ പൊട്ടച്ചോല മണ്ഡലം പ്രസിഡന്റ് യാസിർ പയ്യോളിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. മംഗലം മണ്ഡലം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ കിറ്റ് ഇന്ത്യ ദിനത്തോടനുബന്ധിച്ച് മംഗലം അങ്ങാടിയിൽ കിറ്റ് ഇന്ത്യ ജ്വാല സംഘടിപ്പിച്ചു. കിറ്റ് ഇന്ത്യ ദിനത്തിന്റെ ഭാഗമായാണ് തിരുമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണ റാലി സംഘടിപ്പിച്ചത്. റാലി DCC ജനറൽ സെക്രട്ടറി യാസിർ പൊട്ടച്ചോല മണ്ഡലം പ്രസിഡന്റ് യാസിർ പയ്യോളിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ജാസിപ്പാറയിൽ ഷറഫുദ്ദീൻ കണ്ടാത്തിയിൽ, സെയ്ദ് മുഹമ്മദ് ചെറുതോട്ടത്തിൽ, അഡ്വക്കേറ്റ് രതീഷ് കൃഷ്ണ, CV വിമൽകുമാർ, AM താജുദ്ദീൻ, സമീർ ബാബു, നാസർ പൊറൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും മറ്റു ഇതര മതവിഭാഗങ്ങളെ മുഴുവൻ വിഭജിച്ചുകൊണ്ട് അങ്ങനെ വിഭജിച്ച് നിർത്തിയാൽ മാത്രമേ തങ്ങൾക്ക് അധികാരത്തിൽ തുടരാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ് BJP അടക്കമുള്ള കക്ഷികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അവസരത്തിൽ ഇന്ന് ഈ ആഗസ്റ്റ് 9 ഏറ്റവും പ്രാധാന്യം നൽകുന്ന ദിവസമായി മാറിയിരിക്കുന്നത്. നഗരസഭാ കൗൺസിലർ ഷാനവാസ്, ദേവദാസ് ബാബു അടിയാട്ടിൽ, ഷിയാബ് തിരൂർ, സുരേഷ് ബാബു കിഴക്കാത്ത്, ജിഷിൻ എണ്ണയിൽ, വിജയകുമാർ, മണികണ്ഠൻ, വഴുതക്കാട് സുജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിറ്റ് ഇന്ത്യ ദിനത്തോടനുബന്ധിച്ച് മംഗലം അങ്ങാടിയിൽ കിറ്റ് ഇന്ത്യ ജ്വാല സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഇബ്രാഹിം ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു. സേവദാർ ജില്ലാ സെക്രട്ടറി സലീം K ബാലൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് C റഹീം കൂട്ടായി അധ്യക്ഷനായിരുന്നു. ഷിയാബ് കൂട്ടായി, റഫീഖ് പുളിക്കൽ, അസീസ് കുരിയാടി, M സൈദലവി, K ശശി, യാസിർ മംഗലം, ഫൈസൽ, PP ഭരതൻ, യേശുദാസ്, അജ്മൽ, റോഷൻ, ആഷിഖ് കാവഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി. മമ്പുറം ആണ്ടുനേർച്ചയ്ക്ക് ഭക്തിനിർഭരമായ തുടക്കം. മമ്പുറം സെയ്ദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ കൊടിയേർത്തിയതോടെയാണ് ആണ്ടുനേർച്ചയ്ക്ക് ഔദ്യോഗികമായി തുടക്കമായത്. വിവിധ ചടങ്ങുകളുമായി ഇനി ഒരാഴ്ചക്കാലം മമ്പുറം മക്കാം ഭക്തിസാന്ദ്രമാകും. മമ്പുറം ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മൗലദ് ദവീല അൽ ഹുസൈനി തങ്ങളുടെ 183ാമത് ആണ്ടുനേർച്ചയ്ക്കാണ് ഭക്തിനിർഭരമായ ചടങ്ങിൽ തുടക്കമായത്. മമ്പുറം സയ്യിദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ കൊടിയേറ്റ് നടത്തിയതോടെയാണ് ആണ്ടുനേർച്ചയ്ക്ക് ഔദ്യോഗിക തുടക്കമായത്. വിവിധ ചടങ്ങുകളുമായി ഇനി ഒരാഴ്ചക്കാലം മമ്പുറം മഖാം ഭക്തിസാന്ദ്രമാകും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കൂടുതൽ നിയന്ത്രണങ്ങളോടെയാണ് ഇത്തവണയും ആണ്ടുനേർച്ച നടക്കുക. ആണ്ടുനേർച്ചയുടെ ആദ്യ ദിവസം 10,000-ങ്ങൾക്ക് ആത്മനിർവൃതി പകർന്ന് മജ്ലിസുന്നൂർ ആത്മീയ സദസ്സ് നടന്നു. ആണ്ടുനേർച്ചയുടെ ഭാഗമായി നടക്കാറുള്ള മജ്ലിസുന്നൂറിൽ പങ്കെടുക്കാൻ നിരവധി വിശ്വാസികൾ മമ്പുറത്തേക്ക് ഒഴുകിയെത്തിയിരുന്നു. എന്നാൽ കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം ഇത്തവണ ഓൺലൈനിൽ സംബന്ധിച്ചാണ് വിശ്വാസികൾ പുണ്യം നേടിയത്. സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ കണ്ണന്തളി മജ്ലിസുന്നൂറിന് നേതൃത്വം നൽകി. കൊടിയേറ്റിനു ശേഷം നടന്ന മഖാം സിയാറത്തിന് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, CH തൊയ്യബ് ഫൈസി പുതുപ്പറമ്പ്, P ഇസ്ഹാഖ് ബാഖവി ചെമ്മാട്, KM സൈദലവി ഹാജി കോട്ടക്കൽ, U ഷാഫി ഹാജി ചെമ്മാട്, VP കോയക്കുട്ടി തങ്ങൾ മമ്പുറം, C യൂസഫ് ഫൈസി മേൽമുറി, ഇബ്രാഹിം ഫൈസി തരിശ്, KC മുഹമ്മദ് ബാഖവി, ഹംസ ഹാജി മൂന്നിയൂർ, CK മുഹമ്മദ് ഹാജി, KP ഷംസുദ്ദീൻ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. മഖാമിൽ സന്ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് പ്രത്യേക ക്രമീകരണങ്ങളും ചടങ്ങുകളുടെ തത്സമയ സംപ്രേഷണവും മഖാം കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. 13, 14, 15 തീയതികളിൽ വിവിധ മതപണ്ഡിതരുടെ മതപ്രഭാഷണങ്ങളും നടക്കും. 16-ന് തിങ്കളാഴ്ച രാത്രി നടക്കുന്ന പ്രാർത്ഥനാ സദസ്സ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 17-ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മൗലിദ് ഖത്തം ദുആ സദസ്സോടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആണ്ടുനേർച്ചയ്ക്ക് സമാപ്തിയാകും. മമ്പുറം മഖാം ദാറുൽ ഹുദ ഏറ്റെടുത്തതിനു ശേഷമുള്ള 23ാമത്തെ ആണ്ടുനേർച്ചയാണ് ഇത്തവണത്തേത്.
ഈ വർഷത്തെ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡലിന് താനൂർ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സലേഷ് അർഹനായി. മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥനായ സലേഷ് നിരവധി കേസുകൾ തെളിയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച പോലീസ് ഓഫീസറാണ്. കോവിഡ് കാലത്ത് മരുന്നും ഭക്ഷണവും എത്തിച്ചു നൽകുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഉദ്യോഗസ്ഥൻ കൂടിയാണ്. പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശിയാണ്. താലൂക്ക് സപ്ലൈ ഓഫീസ് സീനിയർ ക്ലർക്ക് ഷിബിലയാണ് ഭാര്യ. വിദ്യാർത്ഥികളായ ഇദാഷ്, ഇനയ് എന്നിവർ മക്കളാണ്. അപകടങ്ങൾ തുടർക്കഥയായ തിരൂരങ്ങാടി ചെറുമുക്ക് റോഡിലെ സ്ലാബുകൾ മാറ്റി തുടങ്ങി. അശാസ്ത്രീയമായ ഓട നിർമ്മാണവും സൂചനാ ബോർഡുകളില്ലാത്തതുമാണ് അപകടങ്ങൾക്ക് കാരണമായിരുന്നത്. റോഡിന്റെ നിരപ്പിനേക്കാൾ ഉയർന്ന നിലയിലായിരുന്നു സ്ലാബുകൾ ഉണ്ടായിരുന്നത്. 10 വർഷക്കാലത്തോളമായി തിരൂരങ്ങാടി ചെറുമുക്ക് റോഡിൽ അപകടങ്ങൾ പതിവാക്കിയ സ്ലാബുകളുടെ കാഴ്ചയ്ക്ക് വിരാമമാവുകയാണ്. അപകടങ്ങൾ വർദ്ധിച്ചു വന്നതിനെ തുടർന്ന് നാട്ടുകാർ നിരന്തരമായി ആവശ്യപ്പെട്ടതോടെയാണ് അപകടത്തിനു കാരണമായിരുന്ന സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ഡ്രൈനേജ് സ്ലാബുകളിൽ വാഹനത്തിന്റെ ടയർ കയറിയിറങ്ങിയായിരുന്നു അപകടങ്ങളുണ്ടായിരുന്നത്. റോഡിന്റെ നിരപ്പിനേക്കാൾ ഉയർന്ന ഡ്രൈനേജ് സ്ലാബുകൾ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണ് അപകടങ്ങൾക്കിടയാക്കിയിരുന്നത്. അപകടം തുടർക്കഥയായതിനെ തുടർന്ന് ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് തിരൂരങ്ങാടി താഴേച്ചിന യൂത്ത് ക്ലബ്ബ് പ്രവർത്തകരുമായി ബന്ധപ്പെടുകയും പ്രശ്നപരിഹാരത്തിന് മുൻ MLA PK അബ്ദുറബ്ബ്, പൊതുമരാമത്ത് റോഡ് വിഭാഗം അധികൃതർ, തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് എന്നിവർക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷം പരപ്പനങ്ങാടി പൊതുമരാമത്ത് റോഡ് വിഭാഗം അധികൃതരും തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ്, മലപ്പുറം മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് അധികൃതരും സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ജില്ലാ കളക്ടർ ചെയർമാനായ റോഡ് സുരക്ഷാ അതോറിറ്റിക്കും റിപ്പോർട്ട് നൽകിയിരുന്നു. നിലവിലെ സ്ലാബ് എടുത്ത് അടിഭാഗത്ത് ഡ്രൈനേജ് നിർമ്മിക്കുകയും വീതി കൂട്ടുകയും ചെയ്യാനാണ് തീരുമാനം. ഈ പ്രവൃത്തിക്കായി 3 ലക്ഷം രൂപ നീക്കിവെച്ചതായും പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സിദ്ദീഖ് അറിയിച്ചു. ചെറുമുക്ക്, കുണ്ടൂർ, തെയ്യാല, തിരൂർ, താനൂർ എന്നിവിടങ്ങളിലേക്കും കരിപ്പൂർ എയർപോർട്ടിലേക്കും എത്തിപ്പെടാനുള്ള എളുപ്പമാർഗത്തിലാണ് ഈ ദുരിത കാഴ്ചയുണ്ടായിരുന്നത്. അശാസ്ത്രീയമായ ഓട നിർമ്മാണവും സൂചനാ ബോർഡുകളില്ലാത്തതുമാണ് പതിവായ അപകടങ്ങൾക്ക് ഇടയാക്കിയിരുന്നത്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്ന്. തിരൂരങ്ങാടിയിലെ കുടിവെള്ള പദ്ധതികളുടെ കുരുക്കഴിച്ച് KPA മജീദ് MLA. പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി. ജലവകുപ്പ് മന്ത്രിയുടെയും MLAയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. തിരൂരങ്ങാടി കുടിവെള്ള പദ്ധതി എന്ന കൽക്കയം പദ്ധതി, നന്നമ്പ്ര പഞ്ചായത്ത് സമഗ്ര കുടിവെള്ള പദ്ധതി, കുണ്ടൂർ തോട് നവീകരണം എന്നീ പദ്ധതികളുടെ നിർവഹണവുമായി ബന്ധപ്പെട്ടാണ് യോഗം ചേർന്നത്. KPA മജീദ് MLA ആവശ്യപ്പെട്ടതനുസരിച്ച് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്റെയും KPA മജീദ് MLAയുടെയും തിരുവനന്തപുരത്താണ് യോഗം ചേർന്നത്. തിരൂരങ്ങാടിയിലെ കുടിവെള്ള പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. 2014 കല്ലക്കയം കുടിവെള്ള പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചത്. അന്നത്തെ തിരൂരങ്ങാടി MLA PK അബ്ദുറബ്ബിന്റെ ശ്രമഫലമായാണ് ഭരണാനുമതി ലഭിച്ചത്. 2016 ടെൻഡർ പൂർത്തീകരിച്ച പദ്ധതി 2017 പൂർത്തീകരിക്കേണ്ടതായിരുന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോവുകയായിരുന്നു. ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്ന സ്ഥലത്തെ വൈദ്യുതി ലൈൻ, നിലവിലുള്ള പദ്ധതിയുടെ പമ്പിംഗ് മെയിൻ എന്നിവ മാറ്റി സ്ഥാപിക്കാനും മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും വനം വകുപ്പിന്റെ അനുമതി ലഭിക്കാനും വൈകിയതും പദ്ധതി ആരംഭിക്കുന്നത് വൈകാൻ കാരണമായി. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് റോഡ് കീറി പുനരുദ്ധാരണം നടത്തുന്നതിന് പണം അനുവദിക്കാനും ബാക്കി പ്രവൃത്തി അടിയന്തരമായി ആരംഭിക്കാനും യോഗത്തിൽ തീരുമാനമായി. നന്നമ്പ്ര പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുന്ന രൂപത്തിലാണ് നന്നമ്പ്ര പഞ്ചായത്ത് സമഗ്ര കുടിവെള്ള പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 60 കോടി രൂപ എസ്റ്റിമേറ്റ് പ്രകാരം ഈ പദ്ധതിക്ക് വരുന്നത്. പുതിയ പദ്ധതിയായതിനാൽ ഒരു ഗാർഹിക കണക്ഷന് ഈ പരിധിയിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നും ഈ മാസം അവസാനം നടക്കുന്ന അടുത്ത സംസ്ഥാനതല സമിതിയിൽ ഈ പദ്ധതി വീണ്ടും സമർപ്പിക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. 2016 ബജറ്റിൽ 15 കോടി രൂപ ഉയർത്തി പ്രഖ്യാപിച്ച പദ്ധതിയാണ് കുണ്ടൂർ തോട് നവീകരണം. പദ്ധതിക്ക് 15 കോടി അനുവദിച്ചുകൊണ്ടുള്ള പുതുക്കിയ ഭരണാനുമതി ഉത്തരവ് നൽകുകയും പ്രവൃത്തി നടപ്പിലാക്കുന്നതിന് കേരളം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു. നന്നമ്പ്ര വില്ലേജ് ഓഫീസ് ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകി റോഡ് നിർമ്മിച്ചതായി ആരോപിച്ച് CPM നന്നമ്പ്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPM നന്നമ്പ്ര ലോക്കൽ സെക്രട്ടറി K ബാലൻ ഉദ്ഘാടനം ചെയ്തു. കുണ്ടൂർ മൂലക്കലിലാണ് വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. വില്ലേജ് ഓഫീസ് ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകുന്ന സ്ഥിതിയാണുള്ളതെന്നും വില്ലേജ് ഓഫീസിന് മുമ്പിൽ ക്വാർട്ടേഴ്സ് നിർമ്മിച്ചതോടെ ഓഫീസിലേക്കുള്ള വഴി തടസ്സപ്പെട്ടതായും നിർമ്മാണത്തിലെ അശാസ്ത്രീയത ജനങ്ങൾക്ക് ഏറെ പ്രയാസം തീർത്തിരിക്കുകയാണെന്നും സമരക്കാർ ആരോപിച്ചു. വില്ലേജ് ഓഫീസ് എവിടെയാണെന്ന് പോലും ഇപ്പോൾ തിരിച്ചറിയാത്ത ഒരു പരിസ്ഥിതിയാണ് ഇവിടുത്തെ അധികൃതരും അതുമായി ബന്ധപ്പെട്ട സ്വകാര്യ വ്യക്തികൾ, അതുപോലെ തന്നെ ഇതിന് കോൺട്രാക്ട് എടുത്തിട്ടുള്ള ആളുകൾ, ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകച്ചവടം കള്ളക്കളി നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ വളരെ അശാസ്ത്രീയമായിക്കൊണ്ട് ഈ കെട്ടിടം ഇവിടത്തിന്റെ മുന്നിൽ പണിഞ്ഞിട്ടുള്ളത്. കെട്ടിടം പണിയുന്നതിന് നമ്മളെതിരല്ല, കെട്ടിടം ഇതിനോട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് അത് നിർമ്മിച്ചതാണ്. എന്നാൽ ആ കെട്ടിടം തന്നെ കുറച്ചുകൂടി അപ്പുറത്തേക്ക് നീട്ടി അതെടുത്തിരുന്നെങ്കിൽ ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് ഓഫീസിലേക്ക് വരുന്ന ആവശ്യങ്ങൾക്കായിട്ട് വരുന്ന ആളുകൾക്ക് കൃത്യമായി ഇതിന്റെ മുന്നിലേക്ക് ഒരു 8-9 അടി വഴി ഒരു ഓട്ടോറിക്ഷ, ഒരു വാഹനം വന്നതിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ പരിഹരിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വരാൻ കഴിയുമായിരുന്നു.
കയ്യേറ്റവുമായി ബന്ധപ്പെട്ട നാട്ടുകാർ നിരവധി പരാതികൾ അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPM നന്നമ്പ്ര ലോക്കൽ സെക്രട്ടറി K. ബാലൻ ഉദ്ഘാടനം ചെയ്തു. MP ഷാജി അധ്യക്ഷനായിരുന്നു. കാവുങ്ങൽ ശിവദാസൻ, ഹുസൈൻ പാട്ടശ്ശേരി, കാവുങ്ങൽ പ്രസാദ്, പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. വില്ലേജ് ഓഫീസ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതോടൊപ്പം വില്ലേജ് ഓഫീസ് ക്വാർട്ടേഴ്സ് കെട്ടിട നിർമ്മാണത്തിൽ അപാകതകൾ പരിഹരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. തിരൂർ ജില്ലാ ആശുപത്രിക്ക് വാഹന സൗകര്യമൊരുക്കി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് നിർവഹിച്ചു. തിരൂർ ജില്ലാ ആശുപത്രിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാഹന സൗകര്യമൊരുക്കി. ജില്ലാ കളക്ടറുമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ മാനേജർ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് CSR ഫണ്ട് ഉപയോഗിച്ച് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനും കോവിഡ് വാക്സിനേഷൻ ചികിത്സാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി ജില്ലാ ആശുപത്രിക്ക് വാഹനം നൽകിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് നിർവഹിച്ചു. തിരൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബേബി ലക്ഷ്മി അധ്യക്ഷയായിരുന്നു. ചടങ്ങിൽ ചീഫ് മാനേജർ ഹരീഷ് G. പ്രഭു, ഡെപ്യൂട്ടി ബ്രാഞ്ച് മാനേജർ കല്യാൺ കൃഷ്ണൻ, RMO ഡോക്ടർ സജീവ്, സ്റ്റോർ സൂപ്രണ്ട് മുസ്തഫ, നഴ്സിംഗ് സൂപ്രണ്ട് നളിനി തുടങ്ങിയവർ സംസാരിച്ചു. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയ സംസ്ഥാന നേതാക്കൾ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് SIO താനൂർ ഏരിയ പ്രതിഷേധ പ്രകടനം നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് തുടങ്ങിയ പ്രകടനം താനൂർ വാഴക്കത്തെരുവിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പരിപാടിയിൽ SIO മലപ്പുറം ജില്ലാ സെക്രട്ടറി സഹൽ ബാസ് സംസാരിച്ചു. അസ്നേഹ സ്വാഗതവും ആദ്യം നന്ദി പറഞ്ഞു. തിരൂർ നഗരസഭാ ചെയർപേഴ്സന്റെ ദുരിതാശ്വാസ നിധി സഹായങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ പരിധിയിൽ രോഗം മൂലം പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്കാണ് ധനസഹായം വിതരണം ചെയ്തത്. രോഗികൾക്കും അശരണർക്കും നഗരസഭാ അധ്യക്ഷയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായമെത്തി. സഹായധന വിതരണം നഗരസഭാ അധ്യക്ഷ AP നസീമ നിർവഹിച്ചു. പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ഈ ഒരു പ്രവർത്തനവുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും ഒരുപാട് സന്നദ്ധ പ്രവർത്തകരെ കണ്ട് അവരിൽ നിന്നും നല്ലൊരു തുക കളക്ഷനായിട്ട് വാങ്ങിയിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കണമെന്നാണ് ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു പരിപാടി തുടങ്ങിയത്. ഇതിലേക്ക് നമ്മുടെ മജസ്റ്റിക് ജ്വല്ലറി, കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, OB ചെമ്മണൂര്, അങ്ങനെയുള്ള ഒരുപാട് നല്ല പ്രവർത്തകർ ഒരുപാട് തുക സംഭാവനയായി നൽകുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു ആശ്വാസം എന്ന രീതിയിൽ ചെയർപേഴ്സന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഒരു ചെറിയ തുകയെങ്കിലും നൽകാൻ കഴിഞ്ഞു എന്നത് ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജിത അധ്യക്ഷയായിരുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൈദ, കൗൺസിലർമാരായ അനിത കല്ലേരി, അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു കൗൺസിലർമാരും ചടങ്ങിൽ പങ്കെടുത്തു. 32 പേർക്കാണ് സഹായങ്ങൾ വിതരണം ചെയ്തത്. മുൻകാലങ്ങളിൽ നൽകിയിരുന്ന ഈ സഹായ പദ്ധതി വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. പുതിയ കൗൺസിലിന്റെ ഒരു വാഗ്ദാനമായിരുന്നു ഈ പദ്ധതി പുനഃസ്ഥാപിക്കുക എന്നത്. യൂത്ത് കോൺഗ്രസ് ദിനത്തിന്റെ ഭാഗമായി തിരൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് കീഴിലെ 14 യൂണിറ്റുകളിൽ പതാക ഉയർത്തി. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ സ്നേഹോപഹാരം നൽകി. യൂത്ത് കോൺഗ്രസ് ദിനത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പതാക ഉയർത്തി. തിരൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിൽ 14 യൂണിറ്റുകളിലാണ് പതാക ഉയർത്തിയത്. ജാസിപ്പാറയിൽ അഡ്വക്കേറ്റ് രതീഷ് കൃഷ്ണ, യാസിർ പൊട്ടച്ചോല, സെയ്ദ് മുഹമ്മദ് ചെറിയടത്ത്, ഷബീർ നെല്ലിയാളി തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി. തുടർന്ന് SLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ തിരൂർ മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്നേഹോപഹാരം നൽകി. ഷബീർ നെല്ലിയാളി, അയ്യൂബ് അന്നാര, ഷാജാൻ അമേങ്കര, ഷെനീബ് അമേങ്കര, അൻസാർ മുത്തൂർ, അഷ്റഫ് ആളത്തിൽ, യൂസഫ് തറമൽ, നിസാർ ഏഴൂർ, സഫ്വാൻ ഏഴൂർ, റൌഫ് കാവുങ്ങൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ലാത്തിച്ചാർജ്. +1 അധിക സീറ്റുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഫ്രറ്റേണിറ്റി പ്രവർത്തകർ മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. 20ഓളം പ്രവർത്തകർക്ക് പരിക്കേറ്റു. മലപ്പുറം
മലപ്പുറം ജില്ലയ്ക്ക് അനുവദിക്കപ്പെട്ടതിനേക്കാൾ ഇരട്ടിയോളം വിദ്യാർത്ഥികളാണ് +1 പഠനത്തിന് യോഗ്യത നേടിയത്. ഈ സാഹചര്യത്തിൽ അധികമായി വന്ന എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള അവസരം ഒരുക്കണമെന്നും കൂടുതൽ സീറ്റുകൾ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് കളക്ടറേറ്റിന് മുൻവശം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയും കളക്ടറേറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ചെയ്തതോടെ പോലീസ് ലാത്തി വീശുകയായിരുന്നു. വിദ്യാർത്ഥികൾക്ക് മാർച്ചിൽ പങ്കെടുക്കാമെന്നാണ് പോലീസ് അനുമതി നൽകിയിരുന്നത്. എന്നാൽ മാർച്ചിൽ 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ലാത്തി ചാർജിൽ നേതാക്കളടക്കം 20 ഫ്രട്ടേണിറ്റി പ്രവർത്തകർക്കും പരുക്കേറ്റു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ലാത്തി ചാർജ് നടത്തിയതോടെ പോലീസും ഫ്രട്ടേണിറ്റി പ്രവർത്തകരും ഇരുവശങ്ങളിലായി നിലയുറച്ചതോടെ സംഘർഷാവസ്ഥയായി. ഏറെ നേരത്തിനു ശേഷമാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. ോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ 10ാം ക്ലാസ്സിൽ നിന്ന് +1ന് യോഗ്യത നേടിയത്. എന്നാൽ ജില്ലയിലാകെ ഉള്ളതാവട്ടെ 40,000-ൽ പരം സീറ്റുകളും 30,000-ലധികം സീറ്റുകളുടെ കുറവാണുള്ളത്. കഴിഞ്ഞ 10 വർഷത്തോളമായി ഈ നില തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഫ്രട്ടേണിറ്റി മാർച്ചുമായി രംഗത്തെത്തിയത്. ശാസ്ത്രം നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമാണെന്നും നമുക്ക് ചുറ്റുമുള്ള സകല വസ്തുക്കളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അവയുടെ ശാസ്ത്രീയ വശങ്ങൾ ഏവർക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്നും ശാസ്ത്രാധ്യാപകൻ കെ ടി ചിത്രാംഗതൻ അഭിപ്രായപ്പെട്ടു. തൃക്കണ്ടിയൂർ PPNM UP സ്കൂൾ ശാസ്ത്രരംഗം 2021 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃക്കണ്ടിയൂർ PPNM UP സ്കൂൾ ശാസ്ത്രരംഗം 2021 ശാസ്ത്രാധ്യാപകൻ കെ ടി ചിത്രാംഗതൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രം നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമാണെന്നും നമുക്ക് ചുറ്റുമുള്ള സകല വസ്തുക്കളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അവയുടെ ശാസ്ത്രീയ വശങ്ങൾ ഏവർക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമുക്ക് ജീവിക്കുമ്പോൾ ശാസ്ത്രീയത ഏത് മേഖലയിലുമാകാം, അല്ലെ? അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രം പഠിച്ച ആളുകൾ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ഗുണം. അല്ല, ശാസ്ത്രം കുറെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചു, പരീക്ഷ എഴുതി, മാർക്ക് വാങ്ങിച്ചു, A കിട്ടി, A+ ഹൈസ്കൂളിൽ കിട്ടി, ജയിച്ചു. പക്ഷെ ഇതെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശാസ്ത്രം പഠിച്ചു എന്ന് പറയാൻ കഴിയുമോ? ഇല്ല, ശാസ്ത്രം വായിച്ചു എന്ന് പറയാം. തുടർന്ന് സ്കൂൾ കുട്ടികൾ വിവിധ വിഷയങ്ങളിൽ ശാസ്ത്രകലാ പ്രദർശനങ്ങൾ നടത്തി. PTA പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായിരുന്നു. ഓൺലൈനായി നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് PV പ്രമോദ് കുമാർ, SRG കൺവീനർ അമ്പിളി, ശാസ്ത്രരംഗം കൺവീനർ ജിഷ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പ്രധാനാധ്യാപിക സുജാത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി നബീസ് നന്ദിയും പറഞ്ഞു. വിദ്യാരംഗം പരിപാടിയും വിദ്യാലയത്തിൽ സമുചിതമായി ആഘോഷിച്ചു. തിരുത്താനൂർ പാതയിൽ വലിയ പാടത്ത് മിനി പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന 3 പേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കനത്ത മഴയിൽ നിയന്ത്രണം വിട്ട വാഹനം ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചാണ് മറിഞ്ഞത്. സംഭവത്തെ തുടർന്ന് റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ വലിയ പാടത്താണ് അപകടമുണ്ടായത്. തിരൂരിൽ നിന്നും താനൂർ പുത്തൻതെരുവിലേക്ക് ഭക്ഷ്യസാധനങ്ങളുമായി പോവുകയായിരുന്ന മിനി പിക്കപ്പ് വാനാണ് മറിഞ്ഞത്. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറടക്കം 3 പേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കനത്ത മഴയിൽ നിയന്ത്രണം വിട്ട വാഹനം എതിർവശത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച ശേഷം മറിയുകയായിരുന്നു. റോഡിന് കുറുകെ വാഹനം മറിഞ്ഞതോടെ ഏറെ നേരം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ക്രെയിൻ എത്തിച്ചാണ് വാഹനം റോഡിൽ നിന്ന് മാറ്റിയത്. നാട്ടുകാരുടെയും യാത്രക്കാരുടെയും നേതൃത്വത്തിലാണ് ഗതാഗതം നിയന്ത്രിച്ചത്. വളവുകളുള്ള തിരൂർ താനൂർ സംസ്ഥാന പാതയിലെ വലിയ പാടത്ത് അപകടങ്ങൾ പതിവ് കാഴ്ചയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കോവിഡ് കാലത്ത് രക്ഷിതാക്കളുടെ പ്രയാസങ്ങൾ കണക്കിലെടുത്ത് ആലത്തിയൂർ എക്സൽ കോളേജിൽ കുറഞ്ഞ ഫീസിൽ പഠന സൗകര്യം ഒരുക്കിയതായി കോളേജ് അധികൃതർ പറഞ്ഞു. +1 ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, ടെക്സ്റ്റ് ബുക്കുകൾ, നോട്ട്ബുക്കുകൾ എന്നിവ കോളേജിൽ നിന്നും സൗജന്യമായി നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു.
ആലത്തൂർ എക്സൽ കോളേജ് +1 വിദ്യാർത്ഥികൾക്ക് 4000 രൂപയും ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് 5000 രൂപയും മാത്രമാണ് ഫീസ് വാങ്ങുന്നത്. +1 ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, ടെക്സ്റ്റ് ബുക്കുകൾ, നോട്ട്ബുക്കുകൾ എന്നിവ കോളേജിൽ നിന്നും സൗജന്യമായി നൽകുമെന്നും കോളേജ് അധികൃതർ പറഞ്ഞു. എത്ര സീറ്റ് വർദ്ധിപ്പിച്ചാലും ഒരുപാട് കുട്ടികൾ പുറത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഈ കാലത്ത് അതേപോലെ സാധാരണക്കാർക്ക് വളരെ പ്രയാസം ഉണ്ടാകുന്ന സംഗതിയാണ്. ഈ സമയത്താണ് എക്സൽ കോളേജ് കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്. +1 കോഴ്സിന് ഞങ്ങളൊരു വർഷം 4000 രൂപ മാത്രമാണ് ഈടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡിഗ്രി ആണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിലുള്ളത് BA BCom അവർക്കാണെങ്കിൽ ഞങ്ങൾ 5000 രൂപയ്ക്കാണ് ഒരു വർഷത്തെ കോഴ്സ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. +1 +2 വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം മിതമായ ഫീസിൽ കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, CCTV, AC, ഫ്രിഡ്ജ് മെക്കാനിക്, ഫാഷൻ ഡിസൈനിംഗ് തുടങ്ങിയ കോഴ്സുകൾ പഠിക്കാനുള്ള അവസരമുണ്ടെന്നും കോളേജ് പ്രിൻസിപ്പൽ കിഷോർ മാസ്റ്റർ, മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ, മാനേജിംഗ് പാർട്ണർ അയ്യൂബ് ആലുക്കൽ എന്നിവർ പറഞ്ഞു. തൃപ്രംകോട് ഗ്രാമപഞ്ചായത്തിൽ കിടപ്പിലായ രോഗികൾക്ക് വാക്സിൻ നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാലിനി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ രോഗികൾക്കാണ് വീടുകളിലെത്തി വാക്സിൻ നൽകിയത്. തൃപ്രംകോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ കിടപ്പിലായ പാലിയേറ്റീവ് രോഗികൾക്കാണ് വീടുകളിലെത്തി കോവിഡ് വാക്സിനേഷൻ നൽകിയത്. തൃപ്രംകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാലിനി ഉദ്ഘാടനം ചെയ്തു. മുൻഗണന അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ അത് കണ്ടെത്തി അങ്ങനെ കിടപ്പിലായ രോഗികൾക്ക് വാക്സിൻ വീടുകളിൽ പോയി കൊടുക്കുന്നുണ്ട്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൈല അധ്യക്ഷയായിരുന്നു. ക്ഷേമകാര്യ ചെയർമാൻ ഷാജഹാൻ, ഡോക്ടർ ഹുസ്ന, ഹെൽത്ത് ഇൻസ്പെക്ടർ ബൽരാജ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗിരിജകുമാരി, ജയച്ചൈ, അബുൽ ഫസൽ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ ഇന്ന് കിടപ്പിലായ രോഗികൾക്ക് വേണ്ടി വീടുകളിൽ പോയിട്ടുള്ള കോവിഡ് വാക്സിനേഷൻ തുടക്കം കുറിക്കുകയാണ്. ഗവൺമെന്റിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ 20ഓളം വ്യക്തികൾക്കാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ജയച്ചൈ, ശ്രീകല, പാലിയേറ്റീവ് നഴ്സ് സുധ, വിദ്യ, ആശാവർക്കർമാരായ റസീന, സുധ, രാജി, അനിത എന്നിവരാണ് ഡോക്ടർ ഹുസ്നയ്ക്കൊപ്പം വീടുകളിലെത്തി വാക്സിൻ നൽകിയത്. 20ഓളം വീടുകളിലെത്തിയാണ് വാക്സിൻ നൽകിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രവാസികളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവാസി വെൽഫെയർ ഫോറവും വെൽഫെയർ പാർട്ടിയും സംയുക്തമായി ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഗണേഷ് വടേരി ഉദ്ഘാടനം ചെയ്തു. 10 ലക്ഷം പ്രവാസികൾക്ക് അടിയന്തരമായും തിരിച്ചുപോകാൻ കേരള സംസ്ഥാന സർക്കാരുകൾ ഇടപെടുക. ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയ ലക്ഷക്കണക്കിലുള്ള പ്രവാസികൾക്ക് പുനരധിവാസം ഉറപ്പുവരുത്തുക. ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വെൽഫെയർ പാർട്ടി ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. കേരള സർക്കാരുകളെ നിങ്ങളുടെ പ്രവാസി ദ്രോഹം. ജില്ലാ ജനറൽ സെക്രട്ടറി ഗണേഷ് വടേരി ധർണ ഉദ്ഘാടനം ചെയ്തു. സർവ്വ പ്രവാസികൾക്കും ഇങ്ങനെയുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ ആവശ്യകത മനസ്സിലായിട്ടുണ്ട്. കേരളത്തിന്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് സാമ്പത്തിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, ആരോഗ്യപരമായ സർവ്വമേഖലകളിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ ഒരു വിഭാഗമാണ് പ്രവാസികൾ. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് വീണ്ടും 20,000 കടന്ന് കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണം. DPR-ഉം കുതിച്ചുയർന്നു. 21,119 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1,32,769 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ DPR 15.91%. കേരളത്തിൽ നിന്ന് 21,119 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറത്ത് 3,603, എറണാകുളം 2,539, കോഴിക്കോട് 2,335, തൃശൂർ 2,231, പാലക്കാട് 1,841, കൊല്ലം 1,637, കോട്ടയം 1,245, ആലപ്പുഴ 1,230, കണ്ണൂർ 1,091, തിരുവനന്തപുരം 1,040, വയനാട് 723, പത്തനംതിട്ട 686, കാസർഗോഡ് 536, ഇടുക്കി 382 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 1,32,769 സാമ്പിളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.91 ആണ്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 152 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 18,004 ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 40 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 20,027 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 941 പേരുടെ സമ്പർക്കരോടും വ്യക്തമല്ല. 111 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 4,82,290 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്.
മലപ്പുറത്ത് വീണ്ടും രോഗികളുടെ എണ്ണവും TPR-ഉം ഗണ്യമായി ഉയർന്നു. 3603 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. DPR 21.82% രേഖപ്പെടുത്തി. 2762 പേർ രോഗമുക്തരായി. ജില്ലയിൽ ഇതുവരെ 1700 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. മലപ്പുറം ജില്ലയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വീണ്ടും ഉയരുന്നു. ചൊവ്വാഴ്ച 21.82% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രേഖപ്പെടുത്തിയത്. 3603 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 2762 പേർ വിദഗ്ധ പരിചരണത്തിന് ശേഷം ചൊവ്വാഴ്ച വൈറസ് വിമുക്തരായി. ഇതോടെ ജില്ലയിൽ കോവിഡ് വിമുക്തരാകുന്നവരുടെ എണ്ണം 4,58,877 പേരായി. രോഗികളുമായി സമ്പർക്കത്തിലേർപ്പെട്ട വൈറസ് ബാധിതരാകുന്നവർ വർദ്ധിക്കുന്ന സ്ഥിതി ജില്ലയിൽ തുടരുകയാണ്. ഇത്തരത്തിൽ 3546 പേർക്കാണ് രോഗബാധയുണ്ടായത്. 49 പേർക്ക് വൈറസ് ബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന 4 പേർക്കും വിദേശത്ത് നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിലെത്തിയ 3 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 67,148 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ജില്ലയിൽ ഇതുവരെ 1700 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരോട് കാണിക്കുന്നത് നീതി നിഷേധമെന്ന് സെറ്റോ തിരൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. തിരൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ജീവനക്കാരുള്ള നീതി നിഷേധത്തിൽ പ്രതിഷേധിച്ചാണ് സെറ്റോയുടെ നേതൃത്വത്തിൽ തിരൂരിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിനും പാർട്ടിക്കുമുണ്ടാകുന്ന പരാജയങ്ങൾക്ക് ജീവനക്കാരെ ബലിയാടാക്കുന്ന സമീപനമാണ് സർക്കാർ പിന്തുടരുന്നതെന്ന് പി രാമൻകുട്ടി പറഞ്ഞു. ഒരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായിട്ടാണ് കേരളത്തിലെ കാര്യങ്ങളുടെ പോക്ക്. പോലീസിനെ വെച്ചുകൊണ്ട് എല്ലാ സമസ്ത മേഖലയിലും കടന്നുകയറ്റമാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്, രണ്ടാം ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിയമസഭയ്ക്കകത്ത് പ്രിയങ്കനായ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ വലത് കൈകൊണ്ട് ഫൈൻ വാങ്ങി ഇടത് കൈകൊണ്ട് ഔദാര്യം പോലെ കിറ്റി കൊടുക്കുക എന്നുള്ള ഒരു കർമ്മമാണ് ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ മോശമായ ഭരണം. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ലോകത്താകമാനം കോവിഡിൻ്റെ പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞു വരുമ്പോൾ കേരളത്തിൽ ഭയാനകമായി കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുവരെ കേരള മോഡൽ എന്ന് പറയുമ്പോൾ കൈകൊട്ടി സപ്പോർട്ട് ചെയ്തിരുന്ന മാധ്യമ ലോകം ഉൾപ്പെടെ ഇന്ന് വിചാരണ ചെയ്യുമ്പോൾ അത്തരം ചർച്ചയ്ക്ക് എടുക്കരുത് എന്ന് ഇടതുപക്ഷത്തിന് വേണ്ടി ചാനൽ ചർച്ചകളിൽ വരുന്നവർ ആങ്കർമാരുടെ കയ്യും കാലും പിടിക്കുന്ന ദൃശ്യമാണ് ഇന്നിവിടെ കാണുന്നത്. സെറ്റോ താലൂക്ക് ചെയർമാൻ AK പ്രവീൺ, KP സജയ്, മനോജ് ജോസ്, AP അബ്ദുൽ നാസിർ, AP സുരേഷ്, T ഷുക്കൂർ, സുരേഷ് തിരുവത്ര, പ്രവീൺ AC, ജാഫർ സാദിഖ്, VP മുസ്തഫ, ജസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. P അനിൽകുമാർ, പ്രശോഭ്, ഷബീർ നെല്ലിയാടി, അസ്കർ, K അബ്ദുൾ റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കിറ്റ് ഇന്ത്യ ദിനത്തിൽ ജനതാദൾ എസ് പ്രവർത്തകർ തിരു ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സ്വാതന്ത്ര്യ സമര സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. ജില്ലാ സെക്രട്ടറി സമദ് വരമ്പനാല ഉദ്ഘാടനം ചെയ്തു. കിറ്റ് ഇന്ത്യ ദിനത്തിൽ ജനതാദൾ എസ് പ്രവർത്തകർ തിരു ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സ്വാതന്ത്ര്യ സമര സംരക്ഷണ പ്രതിജ്ഞ എടുത്തു. ജില്ലാ സെക്രട്ടറി സമദ് വരമ്പനാല ഉദ്ഘാടനം ചെയ്തു. എല്ലാം വിറ്റുതുലയ്ക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. കർഷക സമരത്തിന് ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് പിമ്പ്രത്ത് ശ്രീനിവാസൻ അധ്യക്ഷനായിരുന്നു. ആദായകരമായി ഓടിക്കൊണ്ടിരുന്ന പൊതുമേഖലാ സ്ഥാപനമായ പെട്രോളിയം കമ്പനികളെല്ലാം തന്നെ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റു. അതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗ്യാസിന്റെ വില, പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ വരുന്ന എല്ലാവിധ സംവിധാനത്തിന്റെയും അന്തകരായി മാറി. ഈ അലവിക്കുട്ടി, അനിൽ പെരുമാൾ, ഷംസു ചോമായിൽ, ജവാദ് കടലായി തുടങ്ങിയവർ പ്രസംഗിച്ചു. തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫോക്ലോർ ക്ലബിന്റെ ഉദ്ഘാടനം പ്രശസ്ത നാടൻപാട്ട് കലാകാരനും ഫോക്ലോർ അക്കാദമി ചെയർമാനുമായ CJ കുട്ടപ്പൻ നിർവഹിച്ചു. മറ്റു ക്ലബ്ബുകളുടെ പ്രവർത്തന ആരംഭവും ഇതോടൊപ്പം നടന്നു. തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫോക്ലോർ ക്ലബിന്റെ ഉദ്ഘാടനം പ്രശസ്ത നാടൻപാട്ട് കലാകാരനും ഫോക്ലോർ അക്കാദമി ചെയർമാനുമായ CJ കുട്ടപ്പൻ നിർവഹിച്ചു. മണ്ണറിവിന്റെയും കടലറിവിന്റെയും കാട്ടറിവിന്റെയും പുതുമയുള്ള അനുഭവങ്ങളിലൂടെ കുട്ടികളുടെ മനസ്സിൽ നന്മ നിറയ്ക്കാൻ വിദ്യാഭ്യാസത്തിന് കഴിയണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മളെയും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പാഠശാല പരിചയപ്പെടുക എന്നതാണ് ഇതിലൂടെ പ്രധാനമായും നമ്മൾ കാണേണ്ടത്. ഗൂഗിൾ മീറ്റിൽ നടന്ന പരിപാടിയിൽ ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ PV ലവ്ലിൻ മുഖ്യാതിഥിയായി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ OA രാധാകൃഷ്ണൻ, ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ അബ്ദുൽ അസീസ്, PT എക്സിക്യൂട്ടീവ് അംഗം നൌഫൽ മേച്ചേരി, വിദ്യാർത്ഥി പ്രതിനിധി അനസൂയ അശോക്, സ്റ്റാഫ് സെക്രട്ടറി P സുരേന്ദ്രൻ, ബിജുമോൻ, പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഒരുമ അരീക്കാട് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ SLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. കരുമരക്കൽ കുഞ്ഞിപ്പോക്കർ അധ്യക്ഷത വഹിച്ചു. ഒരുമ പ്രസിഡന്റ് മുഹമ്മദ് ഹാജി മെമന്റോ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരൂർ ജില്ലാ ആശുപത്രിയുമായി ഉയർന്നുവരുന്ന ആക്ഷേപങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് DYFI.
മികച്ച ഇടപെടലാണ് സർക്കാർ നടത്തുന്നത്. എന്നാൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ചേരിപ്പോരുകൾ കാരണം രോഗികൾ വലയുന്നതായും ഡിവൈഎഫ്ഐ. തലക്കാട് പാറശ്ശേരി ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ചു. ബുധനാഴ്ച തെരഞ്ഞെടുപ്പ്. തിരുവങ്ങാടിയിലെ കുടിവെള്ള പദ്ധതികളുടെ ചുവപ്പ് നാട അഴിച്ച് KP മജീദ് MLA. പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. തീരുമാനം ജലവകുപ്പ് മന്ത്രിയുടെയും MLAയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ. +1 കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ കലക്ടറേറ്റ് മാർച്ചിന് നേർക്ക് പോലീസ് ലാത്തിചാർജ്. 20ഓളം പ്രവർത്തകർക്ക് പരിക്കേറ്റു. +1 അർഹത നേടിയ കുട്ടികളുടെ പകുതി എണ്ണം സീറ്റുകൾ മാത്രമാണുള്ളതെന്ന് ഫ്രട്ടേണിറ്റി. സംസ്ഥാനത്ത് ആശങ്കയേറ്റി കുതിച്ചുയർന്ന പ്രതിദിന രോഗികളും TPR-ഉം. മരണസംഖ്യ 18,000 കടന്നു. 21,119 പേർക്ക് രോഗം. മലപ്പുറത്ത് വീണ്ടും ഉയർന്ന രോഗികൾ. 3,603 പേർക്ക് രോഗബാധ. TPR 21.82%. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.